നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. തിരൂർ പെരുവഴിയമ്പലത്ത് ടാങ്കർ ലോറി മറിഞ്ഞ് അപകടം. വെട്ടം സ്വദേശി രക്ഷപ്പെട്ടത് തലനാരിഴക്ക്. അമ്മയ്ക്കും മകൾക്കും പരസ്പരം കാണാൻ അവകാശമുണ്ടെന്ന് വനിതാ കമ്മീഷൻ. സഞ്ചാരം ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ കൂട്ടായിക്കടവ് റിസോർട്ടിൽ ഇഫ്താർ മീറ്റും ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. സംസ്ഥാന കേരളോത്സവത്തിൽ കളരിപ്പയറ്റിൽ തിരൂർ ബ്ലോക്ക് പഞ്ചായത്തിന് വിജയം. അധികൃതരുടെ അനാസ്ഥ. തുഞ്ചൻപറമ്പ് റോഡിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി ഒഴുകി. തിരൂർ ജില്ലാ ആശുപത്രിയിൽ നോമ്പുതുറക്ക് സ്നേഹം വിളമ്പി യൂത്ത് ലീഗ്. വിശദമായ വാർത്തകൾ. തിരൂർ പെരുവഴിയമ്പലത്ത് ടാങ്കർ ലോറി മറിഞ്ഞ് അപകടം. ചൊവ്വാഴ്ച രാവിലെ 9:35 സംഭവം. എറണാകുളത്ത് നിന്ന് മംഗലാപുരത്തേക്ക് കെമിക്കലുമായി പോവുകയായിരുന്ന ടാങ്കർ ലോറിയാണ് പെരുവഴിയമ്പലം വളവിൽ നിയന്ത്രണം വിട്ടുമറിഞ്ഞത്. അപകടം നടക്കുന്ന സമയത്ത് റോഡരികിലുണ്ടായിരുന്ന വെട്ടം ആലിശ്ശേരി സ്വദേശി രക്ഷപ്പെട്ടത് തലനാരിഴക്ക്. ചൊവ്വാഴ്ച രാവിലെ 9:35 പെരുവഴിയമ്പലം വളവിൽ ടാങ്കർ ലോറി നിയന്ത്രണം വിട്ടുമറിഞ്ഞത്. സംഭവം എറണാകുളത്ത് നിന്ന് മംഗലാപുരത്തേക്ക് കെമിക്കലുമായി പോവുകയായിരുന്ന ടാങ്കർ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം വിട്ട് മറിഞ്ഞതാണെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. കാനൂരിൽ വർക്ക്ഷോപ്പ് നടത്തുന്ന വെട്ടം ആലിശ്ശേരി സ്വദേശി പഴയകത്ത് സൈദു സ്പെയർ പാർട്സ് വാങ്ങുവാൻ വന്ന സമയത്ത് 2-വീലർ റോഡരികിൽ നിർത്തി തൊട്ടടുത്ത ഷോപ്പിലേക്ക് പോയ സമയത്താണ് അപകടം. ഇതിൻ്റെ വണ്ടിയാണ് ഈ കിടക്കുന്നത്. ഈ വണ്ടി 9:52. ഞാൻ ഈ റോഡ് സൈഡിൽ ഈ സീറോ വരയ്ക്ക് പുറത്തായിട്ട് സൈഡാക്കി നിർത്തി മൂപ്പൻസിലേക്ക് സ്പെയർ മേടിക്കാൻ വേണ്ടി വന്നതാണ്. അത് ഇറങ്ങി സ്പെയർ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓവർ സ്പീഡിൽ വന്ന ഈ ടാങ്കർ ലോറി അതിലേക്ക് ഇടിച്ച് കയറി ആകെ ഈ പരുവാക്കിയിട്ടുണ്ട്. ഏതായാലും എനിക്കൊരു ആശ്വാസമുള്ളത് ഞാനതിന് ഉണ്ടായിട്ടില്ലല്ലോ എന്നുള്ളതാണ്. വാഹനം എന്തായാലും നമുക്ക് നന്നാക്കി എടുക്കാമല്ലോ. ഇത് ഈ ഒരു കോലാക്കിയിട്ടത് ഡ്രൈവർ അശ്രദ്ധയാണെന്നാണ് എനിക്കിതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. തിരൂർ ഫയർ സ്റ്റേഷൻ ഓഫീസർ ബിജുവിന്റെ നേതൃത്വത്തിൽ തിരൂരിൽ നിന്നും താനൂരിൽ നിന്നുമുള്ള അഗ്നിരക്ഷാസേനയും തിരൂർ പോലീസും സ്ഥലത്തെത്തി ഗതാഗതം നിയന്ത്രിച്ചു. ടാങ്കർ ലോറി ഡ്രൈവർ ഗുജറാത്ത് സ്വദേശി ബിലാൽ ഖാസിനെ നിസാര പരിക്കുകളോടെ തിരൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെട്ടൻ ന്യൂസ്, തിരൂർ. അമ്മയെ കാണാൻ മകൾക്കും മകളെ കാണാൻ അമ്മയ്ക്കും അവകാശമുണ്ടെന്ന് വനിതാ കമ്മീഷൻ അംഗം VR മഹിളാമണി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടത്തിയ ജില്ലാതല അദാലത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു വനിതാ കമ്മീഷൻ അംഗം. തന്നെ കാണാൻ മകൾ തയ്യാറാവുന്നില്ലെന്ന് ആരോപിച്ചാണ് അമ്മ കമ്മീഷന് മുൻപാകെ പരാതി നൽകിയത്. മകളുടെ ഭർത്താവിന്റെ വീട്ടുകാരുടെ ഭീഷണിയെ തുടർന്നാണ് തന്നെ കാണാൻ തയ്യാറാവാത്തതെന്നും നിരവധി തവണ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും കിട്ടിയിരുന്നില്ലെന്നും അമ്മ പരാതിപ്പെട്ടു. മകളെ കൂടി കേൾക്കുന്നതിനായി അടുത്ത അദാലത്തിലേക്ക് കേസ് മാറ്റി. മകളുടെ ഭർത്താവിന്റെ അച്ഛനും അമ്മയും മാത്രമാണ് ഹാജരായിരുന്നത്. ജില്ലാതല അദാലത്തിൽ 6 പരാതികൾ തീർപ്പാക്കി. 8 പരാതികളിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ പോലീസിന് നിർദ്ദേശം നൽകി. അടുത്ത അദാലത്തിലേക്ക് 26 പരാതികൾ മാറ്റി. ആകെ 40 പരാതികളാണ് പരിഗണിച്ചത്. ഗാർഹിക പീഡന പരാതി, സ്ത്രീധനം സംബന്ധിച്ച പരാതി തുടങ്ങിയവയാണ് പരിഗണനയ്ക്ക് എത്തിയവയിൽ പ്രധാനപ്പെട്ടവ. അഭിഭാഷകരായ സുഹൃത രജീഷ്, ഷീന തിരുവാലി തുടങ്ങിയവർ അദാലത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, വെട്ടം. സഞ്ചാരം ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ കൂട്ടായിക്കടവ് റിസോർട്ടിൽ ഇഫ്താർ മീറ്റും ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ആരോഗ്യവും നോമ്പും എന്ന വിഷയത്തിൽ ഡോക്ടർ അബു കുമ്മാളി ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് എടുത്തു.
കൂട്ടായിക്കടവ് റിസോർട്ടിൽ സഞ്ചാരം ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ മീറ്റും ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. നൌഫൽ മേച്ചേരി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ദിൽഷാദ് രാമനാലുക്കൽ സ്വാഗതം പറഞ്ഞു. ആരോഗ്യവും നോമ്പും എന്ന വിഷയത്തിൽ ഡോക്ടർ അബു കുമ്മാളി ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ആഷിഫ, ഫസലു, അഷ്റഫ്, അയൂബ് ആലുക്കൽ, ഷാഹുൽ ഹമീദ് എന്നിവർ ആശംസകൾ നേർന്നു. തുടർന്ന് നടന്ന ചർച്ചയിൽ ഫൈസൽ, നാസർ വാരണാക്കര, കുഞ്ഞുട്ടി, സുഹൈൽ, ജാൻഷിദ്, ഷൌക്കത്ത് അലി, മുത്തു, ജംഷാദ് എന്നിവർ സംസാരിച്ചു. ഷീറ ടീച്ചർ നന്ദി പറഞ്ഞു. വെട്ടം ന്യൂസ് കൂട്ടായി. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് സംഘടിപ്പിച്ച സംസ്ഥാന കേരളോത്സവത്തിൽ കളരിപ്പയറ്റിൽ തിരൂർ ബ്ലോക്ക് പഞ്ചായത്തിന് വിജയം. കെട്ടുകാരിപ്പയറ്റ് വിഭാഗത്തിൽ തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് ടീം തൃപ്രങ്ങോട് വല്ലപ്പെട്ട കളരി സംഘത്തിലെ TV സുബ്രഹ്മണ്യൻ, VP അഭിഷേക് എന്നിവർ സംസ്ഥാനത്ത് 1ാം സ്ഥാനം നേടി സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കി. ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവ് TV ശ്രീകല കുരുക്കളുടെ കീഴിലാണ് ഇവർ കളരി അഭ്യസിക്കുന്നത്. ന്യൂസ് ഡെസ്ക് വെട്ടം. തിരൂർ പൂങ്ങോട്ടുകുളം തുഞ്ചൻപറമ്പ് റോഡിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം റോഡിലൂടെ ഒഴുകി. തുഞ്ചൻപറമ്പിന് സമീപത്തെ സ്ലാബിന് ചുവട്ടിലുള്ള പൈപ്പ് പൊട്ടിയതാണെന്നാണ് പറയുന്നത്. യാത്രക്കാരും സ്കൂൾ അധികൃതരും ജല അതോറിറ്റിയെ വിവരമറിയിച്ചതിനെ തുടർന്ന് വാൾവ് അടച്ചിടുകയായിരുന്നു. ചൊവ്വാഴ്ച രാവിലെയോടെയാണ് തുഞ്ചൻ പറമ്പിന് മുൻവശത്തെ സ്ലാബിന് ചുവട്ടിലെ കുടിവെള്ള പൈപ്പ് പൊട്ടിയതായി പറയുന്നത്. യാത്രക്കാരും സമീപത്തെ സ്കൂൾ അധികൃതരും ജല അതോറിറ്റി ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുകയായിരുന്നു. നമ്മുടെ തുഞ്ചൻപറമ്പിന് മുന്നിലുള്ള AML സ്കൂളിൻ്റെ ഗേറ്റിന് സമീപമായിട്ട് ഇന്ന് രാവിലെ മുതൽ അതിശക്തമായിട്ട് വെള്ളം ഒഴുകി പൂശിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അധികൃതർ പെട്ടെന്ന് വേണ്ട നടപടികൾ എടുക്കണം. കാരണം ഈ സമയം വലിയൊരു വേനലാണ് നമുക്ക് മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ കുടിവെള്ളത്തിന് വേണ്ടി ജനങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടുന്ന ഈ സമയത്ത് എത്രയും വേഗം അധികൃതർ വന്നിട്ട് ഇതിനോട് ഒരു ശാശ്വത പരിഹാരം വേണം. കാരണം വെള്ളം അത്രയും വലിയ രീതിയിൽ ഫോഴ്സിലാണ് ഇവിടുന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. കുടിവെള്ളമാണ് ഈ നാശാവുന്നത്. അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾ ഇത് പെട്ടെന്ന് ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ഇതിന് വേണ്ട നടപടികൾ എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. തുടർന്ന് വാൾവടച്ച് ജലവിതരണം നിർത്തിവെക്കുകയായിരുന്നു. സമാനമായ സംഭവങ്ങൾ നേരത്തെയും ഉണ്ടായിരുന്നതായി പറയുന്നു. വെട്ടം ന്യൂസ് തിരൂർ. തിരൂർ ജില്ലാ ആശുപത്രിയിൽ തുടർച്ചയായ 20ാം വർഷവും നോമ്പുതുറക്ക് സ്നേഹം വിളമ്പുകയാണ് യൂത്ത് ലീഗ്. റംസാൻ തുടങ്ങിയ ദിവസം തൊട്ട് യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ നോമ്പുതുറക്ക് ഭക്ഷണമായി ഇവിടെ എത്തും. കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ച നോമ്പുതുറ കുറുക്കോളി മദീൻ MLA ഉദ്ഘാടനം ചെയ്തു. തിരൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയ രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കുമെല്ലാം നോമ്പ് തുറക്കാനുള്ള ഭക്ഷണം തിരൂർ മുനിസിപ്പൽ യൂത്ത് ലീഗ് കമ്മിറ്റിയാണ് വിതരണം ചെയ്തു വരുന്നത്. 20 വർഷം മുമ്പാണ് യൂത്ത് ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി ഈ പതിവ് ആരംഭിച്ചത്. ഭാരവാഹികൾ മാറിയെങ്കിലും ഈ പതിവ് മാറിയില്ല.
കഴിഞ്ഞ ദിവസത്തെ നോമ്പുതുറ കുറുക്കുളി മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. സ്നേഹമുള്ളവരെ, തിരൂർ ജില്ലാ ആശുപത്രിയുടെ മുറ്റത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. കഴിഞ്ഞ 20 വർഷമായി തിരൂരിൽ ഗവൺമെൻറ് ആശുപത്രിയിലും അതുപോലെ 12 വർഷമായി നമ്മുടെ തിരൂരിൽ തന്നെയുള്ള കമറുത്താത്തയുടെ സമീപത്തുള്ള സ്നേഹവീട്ടിലും അവിടെയുള്ള അന്തേവാസികൾക്ക്, രോഗികളായി എത്തുന്ന ആളുകൾക്ക് നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങൾ നൽകി വരികയാണ് തിരൂർ മുനിസിപ്പൽ മുസ്ലിം യൂത്ത് ലീഗ്. 2 പതിറ്റാണ്ട് കാലത്തെ പഴക്കമുണ്ട് ഈ കർമ്മത്തിൽ. ഇന്ന് അതിൻ്റെ വിതരണം നടത്താൻ എനിക്കൊരു സൗഭാഗ്യമുണ്ടായി. ഇവിടെയുള്ള പ്രയാസപ്പെട്ടു വരുന്ന രോഗികൾക്കും അവിടെ കൂടെയുള്ള നിൽക്കുന്ന ആളുകൾക്കും നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങൾ മുസ്ലിം യൂത്ത് ലീഗ് അവർ വീട്ടിലെന്ന പോലെ തന്നെ ആശുപത്രിയിൽ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യങ്ങളാണ് ഒരുക്കി കൊടുക്കുന്നത്. ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് വളരെയേറെ മുന്നിൽ വർഷങ്ങളായി നിലനിന്നു പോരുന്ന ഒരു യുവജന സംഘടന എന്ന നിലക്ക് മുസ്ലിം യൂത്ത് ലീഗ് നമ്മുടെ ഈ ആശുപത്രിയിലെത്തുന്ന രോഗികൾക്ക് കാണിക്കുന്ന ഈ കാരുണ്യത്തിന് എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. നമ്മുടെ നാട്ടുകാരായ ജീവകാരുണ്യ രംഗത്ത് തൽപരരായിട്ടുള്ള മഹൽ വ്യക്തികളുടെ സഹായത്തോടു കൂടിയാണ് ഈ പ്രവൃത്തി മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തി വരുന്നത്. ഞാൻ അവർക്കെല്ലാവർക്കും ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി കൂടി നന്ദി പറയാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കുന്നു. മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയെ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുന്നു. മുസ്ലിം ലീഗ് തിരൂർ മുനിസിപ്പൽ സെക്രട്ടറി PV സമദ് മുഖ്യാതിഥിയായിരുന്നു. കോവിഡ് കാലത്തടക്കം മുടക്കമില്ലാതെ ഇന്നും തുടർന്നുവരുന്ന തുല്യതയില്ലാത്ത സേവന പ്രവൃത്തിയാണ്. സമൂഹത്തിലെ വ്യത്യസ്ത തുറയിലെ വ്യക്തികൾ വിതരണത്തിനായി എത്തുന്നതും ശ്രദ്ധേയമാണ്. ഉച്ചയ്ക്ക് ഭക്ഷണ കൂപ്പൺ വിതരണം നടത്തുകയും എണ്ണത്തിനനുസരിച്ച് ഭക്ഷണം പാകം ചെയ്ത് ആവശ്യാനുസരണം വിതരണം ചെയ്യുന്ന രീതിയാണ് കാലങ്ങളായി തുടരുന്നത്. ജില്ലാ ആശുപത്രിയിലും കോരങ്ങത്ത് സ്നേഹവീട്ടിലും മുടങ്ങാതെ 20 വർഷമായി ഇഫ്താർ ഒരുക്കാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ടെന്ന് മുസ്ലിം യൂത്ത് ലീഗ് തിരൂർ മുനിസിപ്പൽ നേതാക്കളായ ഹസീം ചെമ്പ്രയും അൻവർ പാറയിലും പറഞ്ഞു. ടി ബാബു, സിറാജ് മാവുംകുന്ന്, കരീം ഐനിക്കാട്ടിൽ, KK അഫ്സൽ, അഷ്കർ അന്നാര, ഖാദർ പൂക്കയിൽ, മജീദ് പരന്നേക്കാട്, സാബിദ് തെക്കുമുറി, ഷിഹാബ് ഏഴൂർ എന്നിവരാണ് നോമ്പു തുറക്കി നേതൃത്വം നൽകി വരുന്നത്. ബെട്ട ന്യൂസ് തിരൂർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.